വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 24 വെള്ളിയാഴ്ചയാണ്. മലയാള മാസം മേടം 11. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തുടർന്ന് ജാഗ്രത നിർദ്ദേശം ആ രീതിയിൽ വേണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കനത്ത പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നവരുടെ കണക്കുകൂട്ടലും ഒക്കെ ഇനി തുടർ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. ആരായിരിക്കും ജയിക്കുക, എത്രയായിരിക്കും ഭൂരിപക്ഷം എന്നതൊക്കെ സംബന്ധിച്ച്. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനിലയെ തുടർന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള താപനില റെഡ് അലേർട്ടിലേക്ക് കടക്കില്ല എന്ന സൂചനയുമുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ആദ്യം മേഘനയിലേക്ക് പോകാം. മേഘന, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇത്ര വലിയ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണതരംഗ സാധ്യത അടക്കം മുന്നറിയിപ്പായി വരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലുള്ള പൊതുചിത്രം? സ്ഥിതി എങ്ങനെ? ഗുഡ് മോർണിംഗ് അഷിത, പ്രജിൻ. അതിൽ വേനൽ മഴ ലഭിക്കാൻ വൈകുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 28, 29 തീയതികളിൽ മാത്രമേ സംസ്ഥാനത്തുടനീളം നല്ല രീതിയിലൊരു മഴ ലഭിക്കുകയുള്ളൂ. അതുവരെ താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതാണ് അറിയിപ്പായി വരുന്നത്. അതിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഇന്നലത്തേതുപോലെ തന്നെ കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് തുടരുന്നത്. അതിൽ പാലക്കാട് ജില്ലയിൽ ഇന്നും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതുപോലെ തന്നെ കൊല്ലവും തൃശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അടുക്കാമെന്നുള്ളതാണ്. അതിൽ ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അത് പാലക്കാടായിരുന്നത്. 41.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില രേഖപ്പെടുത്തിയത്. അതിന് മുകളിലേക്ക് ഇനി പോകില്ല എന്നുള്ള കാര്യം, അത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് അടക്കം അതിന്റെ മുകളിലേക്ക് പോകില്ല, റെഡ് അലേർട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ 3 ജില്ലകളിൽ, അത് കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ബാക്കി 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും 2 ജില്ലകളിൽ മറ്റ് മുന്നറിയിപ്പുകളൊന്നും നൽകുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഇന്നലെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ അത് കനത്ത രീതിയിലുള്ളൊരു മഴ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടിയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന താപനില വരുന്ന സാഹചര്യത്തിൽ അതിൽ മുൻകരുതലുകൾ എടുക്കണം. സൂര്യാഘാതം, സൂര്യതാപം, അതുപോലെ തന്നെ നിർജ്ജലീകരണം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണം. അത് സ്വയം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. അതുപോലെ തന്നെ സർക്കാരും സജ്ജമാണ്. തൊഴിൽ വകുപ്പ് ഈ പ്രവൃത്തി സമയമൊക്കെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അംഗനവാടികൾക്ക് നിർബന്ധിത അവധി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. ഇന്നും ഉയർന്ന താപനില തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്തെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ഒപ്പം ഇന്നലെ കണ്ണൂരിലുണ്ടായ സൂര്യാഘാതത്തെ തുടർന്നുള്ള മരണം, അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ സാഹചര്യം അത് ഗൗരവത്തിൽ കാണണമെന്നാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്തേക്കിറങ്ങി പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമാണ്. ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യമേറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും നാളെയും അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉയർന്ന താപനില 44 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നാണ് വിലയിരുത്തൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മാസം 27 വരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. രാജസ്ഥാനിലും മഹാരാഷ്ട്രയുടെ വിദർഭ മേഖലയിലും കൊടും ചൂട് അനുഭവപ്പെടും. ഈ ചൂടിന്റെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിന്റെ കാരണമായി പ്രധാനമായും പറയുന്നത് വലിയ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പിലേക്ക് തന്നെ സംസ്ഥാനം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ നിർബന്ധമായും പാലിക്കണം. ഇത്തരം സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതയും ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകണം. അനീഷ് ദേവസ്യ കൂടി ഉണ്ടല്ലേ? കോഴിക്കോട് നിന്നാണ് അനീഷ് ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്താകെ ഈ രീതിയിൽ കൊടും ചൂട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മലബാർ മേഖല, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെയുള്ള കാലാവസ്ഥ റിപ്പോർട്ടുകൾ എന്താണ്? വിവരങ്ങൾ.
പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും മീനച്ചൂടിൽ വെന്തുരുകയാണ് മലബാർ മേഖല, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ. ഇത്തവണ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 37 ഡിഗ്രി സെൽഷ്യസ്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അല്പം കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഈ അവസാന വാരങ്ങളിൽ 34.5 മുതൽ 35.5 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇത് എല്ലാ മേഖലയിലും ഈ താപനിലയുണ്ടായ വ്യത്യാസം എല്ലാ ആളുകളെയും ബാധിച്ചിട്ടുണ്ട്. മെയിനായും ഇത് ബാധിച്ചിരിക്കുന്നത് ഈ പുറം ജോലി ചെയ്യുന്നവരാണ്, അതായത് വഴിയോര കച്ചവടക്കാർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവരാണ് ബാധിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും അവിടെ ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഈ ചൂട് അനുഭവപ്പെടുന്ന 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അവർക്ക് വിശ്രമമാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഈ മലബാർ മേഖലയിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഈ താപനിലയുമായി വ്യത്യാസപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ഒരാൾ മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ മറ്റു പല ജില്ലകളിലായി ഏകദേശം ഇന്നലെ തന്നെ 4-5ഓളം സൂര്യതാപമേറ്റ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിത്. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്രായേൽ ലെബനോൺ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടി. ഹിസ്ബുള്ളയിൽ നിന്നും ലെബനോണിനെ സംരക്ഷിക്കാൻ അമേരിക്ക ലെബനോണുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിൽ ട്രംപ് പങ്കെടുത്തു. എന്നാൽ ഇറാനുമായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ധാരണയിൽ എത്താൻ നീക്കം നടക്കുന്നുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ധൃതി പിടിച്ച് കരാറിലെത്തില്ല എന്നാണ് നിലപാട്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. ഈ നിലയിൽ വാഷിംഗ്ടണിൽ നടന്ന ചർച്ച അത് ഏത് രീതിയിലാണ് പോയത്? ആരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു? ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയായി? ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഏറ്റവും ഒടുവിലത്തെ അമേരിക്കൻ നിലപാട്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ചർച്ച വളരെ നല്ല രീതിയിൽ പോയെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക ഇറാൻ തമ്മിൽ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറിന്റെയും പ്രധാന വ്യവസ്ഥ ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ വിവിധ സായുധ സംഘങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അവർക്കുള്ള പിന്തുണ ഇറാൻ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതായിരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഹിസ്ബുള്ളയിൽ നിന്ന് ലെബനനെ സംരക്ഷിക്കുവാൻ അമേരിക്ക ലെബനനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടി എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. ഈ വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ, വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ ലെബനോൻ പ്രസിഡന്റ് ജോസഫ് ഔനെയും ചർച്ചാമേശയിൽ എത്തിക്കാനാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഡൊണാൾഡ് ട്രംപ് വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇന്നത്തെക്കാൾ കൂടുതൽ പരസ്പരം അടുത്ത് ഇതുപോലെ വന്നിട്ടില്ല എന്നാണ് അമേരിക്കയിലെ ഇസ്രായേൽ സ്ഥാനപതി എച്ചിയൽ ലേറ്റർ ഈ ചർച്ചകളോട് പ്രതികരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ സാധ്യമായ ഈ ദിവസത്തിന് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസിനും അദ്ദേഹം നന്ദിയും പറഞ്ഞു. പ്രജിൻ, അതേസമയം ഈ ഇറാനുമായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ധാരണയിലെത്താനാണ് തന്റെ നീക്കമെന്ന് ട്രംപ് പറഞ്ഞു. സുസ്ഥിരമായ കരാറാണ് ലക്ഷ്യമിടുന്നത്. ധൃതി പിടിച്ച് ഒരു കരാറിലും ഒപ്പിടില്ല. ഇറാൻ യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഉപയോഗിക്കില്ലെന്ന് ട്രംപ് ഇന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായിട്ട് ഒപ്പിടുക എന്നും ട്രംപ് പറഞ്ഞു. അതുപോലെ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിന്റെ വേഗം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതുപോലെ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾ വെടിവെക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായിട്ടും ട്രംപ് പറഞ്ഞു. മധു, ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിലപാടുകൾ പുതുതായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ചർച്ച അത് നടന്നില്ല. അതിൽ അമേരിക്ക ആദ്യം സംഘത്തെ അയക്കുമെന്ന് പറഞ്ഞു, പിന്നീട് ആ സന്ദർശനം റദ്ദാക്കുന്നു. ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, വിഷയങ്ങളൊക്കെ ഈ വാഷിംഗ്ടണിൽ ചർച്ചയായിരുന്നു. പ്രജിൻ, അത് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും എല്ലാം ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉടക്കി നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾ അമേരിക്ക ഒരു വശത്ത് തടയുമ്പോൾ ഇറാന്റെ നിലപാടും കടുപ്പിക്കുകയാണ്. ഇതിലൊരു അയവ് വരാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാന്റെ തീവ്ര നിലപാടുള്ള വിഭാഗം അവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു അയവ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ തുടർ ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷെ തുടർ ചർച്ചയ്ക്ക് ഈ വെടിനിർത്തൽ നീട്ടിയതോടുകൂടി ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടുകൂടി ഇറാൻ വരട്ടെ. അത് മാത്രമല്ല, അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇറാന് സ്വന്തമായിട്ട് ഒരു നേതാവില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് സമയം കൂടുതൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രജിൻ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ താക്കോൽ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം.
മേഘന മുരളി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. മേഘന, എപ്പോഴാണ് ഈ സംഭവം? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അതിദാരുണ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 ദിവസം മുൻപ് ബാറിന് സമീപം ഈ മരിച്ച എള്ളുവിള സ്വദേശി രാഹുലും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും തമ്മിൽ ബഹളങ്ങൾ ഉണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി വീണ്ടും തർക്കമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ താക്കോലിന് കൊണ്ട് വാരിയലിന് കുത്തിയാണ് ഈ യുവാവ് മരിച്ചിട്ടുള്ളത്. അതാണ് മരണകാരണം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എള്ളുവിള സ്വദേശി രാഹുൽ 24 വയസ്സ് മാത്രമാണ് പ്രായം. ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതിൽ പ്രതിക്കായി കാട്ടാക്കട പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ നേരത്തെ തന്നെ കിള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലും കാട്ടാക്കടയിലും വെച്ചും തർക്കം ഉണ്ടായിട്ടുണ്ട്. അതിന് തുടർച്ചയായി തന്നെയാണ് ഇന്നലെയും ബാറിൽ നിന്നിറങ്ങിയ ശേഷം ഒരു തർക്കം ഉണ്ടാവുകയും ഒരാൾ താക്കോൽ കൊണ്ട് രാഹുലിന്റെ വാരിയലിന് കുത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ്. പ്രതിയെ സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് കാട്ടാക്കട പോലീസ്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇന്ത്യൻ പൗരന്മാർ കരമാർഗമോ വ്യോമമാർഗമോ യാത്ര ചെയ്യരുത് എന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന വിവരം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അച്യുതൻ, നിലവിലുള്ള ഈ സാഹചര്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണോ ഈ നിർദ്ദേശം? ഗുഡ് മോർണിംഗ് പ്രജിന. എന്തെങ്കിലും നിലവിൽ ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. അതായത് ഇറാനും ഇന്ത്യക്കും ഇടയിൽ ചില വിമാന സർവീസുകൾ ആരംഭിക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ വീണ്ടും പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് പുറത്തു വന്നതോടുകൂടിയാണ് വീണ്ടും ഇറാനിലെ ഇന്ത്യൻ എംബസി ഒരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഇറാനിലേക്ക് യാത്ര ചെയ്യരുത്. അത് കരമാർഗമായിരുന്നാലും ശരി, വ്യോമ മാർഗം പ്രയോജനപ്പെടുത്തിയായിരുന്നാലും ശരി, ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്ന കർശന നിർദ്ദേശമാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യം അനുസരിച്ച് അത് ഇറാനിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നും ഇന്ത്യൻ എംബസി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇറാനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരോടും ചില നിർദ്ദേശങ്ങൾ. അച്ഛൻ തുടരാം. പ്രജിൻ, ഇറാനിൽ ഇനി അവശേഷിക്കുന്ന ഇന്ത്യക്കാരോടും ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇറാനിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നു. അതായത് ഉടൻ തന്നെ ഇറാൻ വിടണം. അതിനായി ഇന്ത്യൻ എംബസിയുമായി ഏകോപനം നടത്തി എംബസി നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ വഴി കര അതിർത്തി വഴി ഇറാൻ വിടണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്. എന്തായാലും സാഹചര്യം അതിപ്പോഴും ഒരു വഷളായി തന്നെ തുടരുന്നു എന്ന സൂചന തന്നെയാണ് ഇന്ത്യൻ എംബസി നൽകുന്നത്. പ്രജിൻ, അസിത. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പൂരം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ ഒരുക്കങ്ങൾ തകൃതിയാക്കി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. നാളെയാണ് പൂര വിളംബര ചടങ്ങുകൾ നടക്കുക. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ തിരുവമ്പാടിയുടെ ദുഃഖാചരണം ഇന്നും തുടരും. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ഇന്ന് ആരംഭിക്കും. ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. എന്നാലും പൂരപ്രേമികൾക്ക് തൃശ്ശൂർ പൂരം എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് മറ്റൊരു ആവേശമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത്? അതോടൊപ്പം ഈ പൂരം കൂടാൻ ജനങ്ങളുടെ ഒരു പ്രവാഹം അത് മുൻവർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ ദിവസങ്ങളിലും അത് കാണാറുമുണ്ട്. പൂരം കൊടിയേറ്റിന് ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും അത്തരം തിരക്ക് കാണാറുണ്ട്. അത്തരം തിരക്കിലേക്ക് തൃശ്ശൂർ പൂര നഗരി അവിടെ മാറിയോ? പ്രജിൻ, ഇപ്പോൾ എന്തായാലും ആ തിരക്കിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂരം ആഘോഷിക്കാൻ വേണ്ടി വളരെ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നതാണ് തൃശ്ശൂർക്കാർ. പക്ഷേ ആ ഒരു സമയത്താണ് ഒരു കരിനിഴൽ എന്ന പോലെ ഈ ഒരു മുണ്ടത്തിക്കൂട് ദുരന്തം വന്നു പതിച്ചത്. എന്തായാലും ഈ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ കുടമാറ്റം അടക്കം വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി, വെടിക്കെട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദുരന്തമാണ്, വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. അത് ആ ഒരു ബോധവും അവർക്കുണ്ട്, ആ ഒരു ബോധ്യവും അവർക്കുണ്ട്. എന്തായാലും 15 മിനിറ്റ് മാത്രമായാണ് ഈ കുടമാറ്റം ചുരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 സെറ്റോളം കുടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള അവസരം മാത്രമായിരിക്കും ഉണ്ടാവുക. LED കുടകളൊക്കെ ഉണ്ട്. അത്
എങ്ങനെ മാറുമെന്ന ചോദ്യത്തിന് അത് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലോ മാറാമെന്നാണ് ഇപ്പോൾ പാറമേക്കാവിൻ്റെ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ചമയ പ്രദർശനം സാധാരണ വലിയ വർണ്ണവിസ്മയത്തോടു കൂടിയൊക്കെ കതിനൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഉദ്ഘാടന മാമാങ്കമായൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊന്നും വേണ്ട. അത് കേവലം ഒരു ചടങ്ങ് മാത്രമാക്കി ഉദ്ഘാടനമൊന്നുമില്ലാതെ ചമയ പ്രദർശനം പാറമേക്കാവ് ഇന്ന് ആരംഭിക്കുകയാണ്. പൂരനഗരിയിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിന് പക്ഷേ മുറ പോലെ ആ മേഖലയിൽ ആളുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തവണ ഈ വെടിക്കെട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ഈ വെടിക്കെട്ട് പ്രേമികൾ നെന്മാറ വല്ലങ്ങി, വടക്കാഞ്ചേരി ഉത്രാളിക്കാവ്, അതുപോലെ തന്നെ വടക്കാഞ്ചേരി കുറ്റിയങ്കാവ് പോലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ, മലപ്പുറം അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ വെടിക്കെട്ട് പ്രേമികൾ വരാറുണ്ട്. അവരുടെ എണ്ണത്തിൽ എന്തായാലും വലിയ തോതിലൊരു കുറവ് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ വലിയ തോതിൽ ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമത്തോടുകൂടി ആശങ്കയോടുകൂടി തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് ഇത്തവണ ഈ നാട്ടുകാർ കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇന്നിപ്പോൾ ചമയൊരുക്കങ്ങളൊക്കെ ആരംഭിക്കുന്നു. പക്ഷേ ഈ വേദനയിൽ നിന്നും ഇതുവരെ ആ നാട് മുക്തമായിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്, അവരെ തിരിച്ചറിയാനുണ്ട്, DNA പരിശോധന അടക്കം നടക്കാനുമുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു വേദനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നത് എന്നതുകൂടിയുണ്ട്. തീർച്ചയായും അസ്ത, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ശരീരത്തിൻ്റെ ഭാഗം, അത് തലഭാഗം കണ്ടെത്തിയത്. അത് പെട്ടെന്ന് തന്നെ ഇന്നലെ കഡാവർ ഡോഗ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മുണ്ടത്തിക്കോട് അത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. 750 മീറ്റർ, അതായത് 3/4 കിലോമീറ്ററോളം ദൂരത്ത് നിന്ന് ആ പാടശേഖരത്തിൽ നിന്നാണ് ആ തല കണ്ടെത്തിയത്. അത് മുണ്ടത്തിക്കോട് ഇന്നലെ നടത്തിയ വലിയ പരിശോധന, കഡാവർ നായ്ക്കളുണ്ടായിരുന്നു, പോലീസിൻ്റെ ഒരു വൈഡ് സെർച്ച് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 100-200ഓളം പോലീസുകാർ ആ ഒരു വൈഡ് സെർച്ചിൽ പങ്കെടുത്തു. അങ്ങനെ ആ ഒരു പരിശോധനയിലാണ് ആ തലഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആ തലഭാഗം ഒരാളുടേതാണ്. അത് ഈ പറയുന്ന കോട്ടപ്പുറം സ്വദേശിയും തിരുവമ്പാടിയുടെ പ്രധാനപ്പെട്ട ഉത്സവ കമ്മിറ്റിക്കാരനൊക്കെയായ ഗിരീഷ് എന്ന ഗിരിയുടേതാണ് എന്ന സ്ഥിരീകരണം സുഹൃത്തുക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടറും ശിഖാ സുരേന്ദ്രനുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് DNA പരിശോധന വേണം, അതെന്തായാലും DNA പരിശോധന വേണം, അല്ലാതെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അത് നിഗമനമാണ്. എന്തായാലും സുഹൃത്തുക്കൾ ഈ ആശുപത്രിയിൽ പോയി തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ പൂരത്തിലേക്ക് കിടക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്നത് പോലെ മേളത്തിനും അതുപോലെ തന്നെ ഇത്തരമേളത്തിന് മറ്റു തരത്തിലുള്ള മാറ്റങ്ങളില്ല, അതുപോലെ തന്നെ മഠത്തിൽ വരവിന് മാറ്റങ്ങളില്ല. അങ്ങനെ മറ്റ് ചടങ്ങുകൾ, ക്ഷേത്രാചാരങ്ങളിലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊന്നും തന്നെ യാതൊരു മാറ്റങ്ങളില്ല. പക്ഷേ വർണ്ണ ലൈറ്റുകൾ ഇന്നുകൂടി ഉണ്ടാകില്ല. സാധാരണ ഈ നഗരത്തിലെ എല്ലാ മേഖലകളും സ്വരാജ് റൗണ്ടടക്കം വലിയ തോതിൽ വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു തൃശ്ശൂർ പൂരക്കാലമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. പക്ഷേ അതെന്തായാലും ഈ പറയുന്നത് പോലെ ഇന്നുകൂടി ഉണ്ടാകില്ല. നാളെ ആയിരിക്കും അത്തരത്തിലൊരു വർണ്ണത്തിലേക്കൊക്കെ കടക്കുക. അതിനപ്പുറത്തേക്ക് കുറേ മനുഷ്യർ നമ്മളെ ആനന്ദിപ്പിക്കാനായൊക്കെ വളരെ കഷ്ടപ്പെട്ട കുറേ മനുഷ്യരാണ്, അവരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു വിഷമം ഇനി തൃശ്ശൂരിന് അല്ലെങ്കിൽ ഈ നാടിന് ഇല്ല എന്ന് വേണം പറയാൻ. എന്തായാലും പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ നമുക്ക് വേണ്ടി അവിടെ നമ്മളെ ആനന്ദിപ്പിക്കാൻ, പൂരലഹരിയിലാക്കാൻ, ആഴ്ത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ വെടിക്കെട്ട് അപകടം നടന്ന ആ മനുഷ്യരെ ഓർമ്മിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, അവരെ അനുശോചിച്ചുകൊണ്ട് പൂരത്തിലേക്ക് കിടക്കുകയാണ്. അസ്ത പ്രജൻ. ശരി, ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 85.15% പോളിംഗ് രേഖപ്പെടുത്തി. 2011 78.01% എന്ന റെക്കോർഡാണ് പഴങ്കഥയായത്. പോളിംഗ് സമയം കഴിഞ്ഞും ഇന്നലെ പലയിടങ്ങളിലും നിരവധി വോട്ടേഴ്സ് ലൈനിൽ കാത്തുനിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പോളിംഗ് ശതമാനത്തിൽ കാര്യമില്ലെന്നും 20 ലക്ഷം വോട്ടുകൾ മാത്രമാണ് അധികമായി പോൾ ചെയ്തതെന്നുമാണ് DMKയുടെ വാദം. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ നിറവേറ്റിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. EVM തകരാറോ സാങ്കേതിക പ്രശ്നങ്ങളോ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. തീർത്തും സമാധാനപരമായിരുന്നു തമിഴ്നാട്ടിലെ പോളിംഗ്. 2011 റെക്കോർഡ് പോളിംഗിൽ 203 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയത് AIADMK സഖ്യമായിരുന്നു. 51.9% വോട്ടുകൾ സഖ്യമെന്ന് നേടി. എന്നാൽ അന്ന് ADMKയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന DMDKയും ഇടത് പാർട്ടികളുമെല്ലാം ഇന്ന് DMK സഖ്യത്തിനൊപ്പമുണ്ട് എന്നതാണ് സാഹചര്യം. ഇനി പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കണക്കുകൂട്ടലുകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അവസാനമാണ് കണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്നാണ് മമതാ ബാനർജിയുടെ അവകാശവാദം.
ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം 92.74% ബംഗാളിലെ ആദ്യഘട്ട പോളിംഗ് ശതമാനം. മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിന് മറുപടി നൽകി കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഖർഗെയുടെ പരാമർശത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്ന ഖർഗെയുടെ വിശദീകരണം പൊതുമധ്യത്തിലുള്ളപ്പോൾ നോട്ടീസ് അയച്ചത് ഗൂഢോദ്ദേശത്തോടെയാണെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. പരിശോധന കൂടാതെ മറുപടിക്ക് 24 മണിക്കൂർ സമയം അനുവദിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. വിശദമായ മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭീഷണിയായി പുലിയുടെ സാന്നിധ്യം. പൂമരുതിക്കുഴിയിൽ വളർത്തുനായെ പുലി പിടികൂടി കൊന്നു. കഴിഞ്ഞ ദിവസം ഇഞ്ചപ്പാറ പാക്കണ്ടത്തും വളർത്തുനായെ പുലി പിടികൂടിയിരുന്നു. കുളത്തുമൺ പ്രദേശത്ത് പുലിയെ പിടികൂടാനായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലെ ആടിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. ഭീതിയിലാണ് കലഞ്ഞൂർ പ്രദേശത്തെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ. പാക്കണ്ടത്തും പൂമരുതുകുഴിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി വളർത്തുനായയെ ആക്രമിച്ചു കൊന്നു. ഇന്നലെ പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. രാത്രി 12 മണി മുതൽ പുറത്ത് ശബ്ദം കേട്ടിരുന്നതായി വീട്ടുടമ സജീന പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 12-20 ആയപ്പോൾ ഒന്ന് ഏതാണ്ടൊന്ന് അനങ്ങി. അവർ ആനയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ കിടന്ന്. ഇതൊരു 4:30 ആയപ്പോഴാണ് എണീറ്റ് ഞാനിങ്ങനെ നോക്കി. ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന പട്ടി എങ്ങാണ്ട് അഴിഞ്ഞു പോയിട്ട് വന്നിരിക്കുവാന്നും പറഞ്ഞ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒന്നും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ആ പുലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് ഇക്കായം വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതെങ്ങോട്ടോ പോയി. ഈഞ്ചപ്പാറ പാക്കണ്ടത്ത് 2 ദിവസം മുൻപായിരുന്നു പുലിയുടെ ആക്രമണം. തുളസീധരന്റെ വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. 6 മാസം മുൻപ് കോഴിയെ പിടികൂടുന്ന പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 2 വർഷത്തിനിടെ കലഞ്ഞൂർ കൂടൽ ഭാഗത്തുനിന്ന് 3 പുലികളെ വനംവകുപ്പ് കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിനിടെ പുലിയെ പിടികൂടാൻ കുളത്തുമൺ ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് അപാകതയെന്ന് നാട്ടുകാരുടെ ആരോപണം. കൂട്ടിൽ കെണിയായി വെച്ച ആടിനെ തിന്ന് പുലി രക്ഷപ്പെട്ടു. ഈ ലോക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ പുലി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷേ പകരം ആട് ചത്തു. അതിന് പകരം വേറൊരു ആടിനെ കൊണ്ട് ഇതിനകത്ത് ഇടാനോ ആ പുലിയെ പിടിക്കാനോ യാതൊരു വിധമായ ശ്രമവും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന്. ഫോറസ്റ്റ് ഈ വിഷയത്തിൽ ഭയങ്കരമായ ഉദാസീനതയാണ് കാണിക്കുന്നത്. കൂട് സ്ഥാപിച്ച പ്രദേശത്തോട് ചേർന്ന സ്ഥലത്ത് നേരത്തെ കരിമ്പുലിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കൂടിന്റെ അപാകത പരിഹരിച്ച് പുലിയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പത്തനംതിട്ട. കൂടുതൽ റിപ്പോർട്ടുകളിലേക്കാണ്. കോഴിക്കോട് വീണ്ടും വൻ ലഹരിവേട്ട. 123 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിലായി. മധുര ബസാറിലെ ചെരിപ്പ് ഗുണന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് ചേരുന്നു ഒരിക്കൽ കൂടി. അനീഷ്, കഴിഞ്ഞ ദിവസവും MDMA വേട്ട ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ MDMA വേട്ട എന്നാണ് പോലീസും തന്നെ വ്യക്തമാക്കിയത്. ഇതിപ്പോൾ എന്താണ് പുതിയ സംഭവം? ഇന്നലത്തേതുമായി ബന്ധമുള്ളതാണോ ഇത്? ഈ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ ഈ ലഹരിവേട്ട കർശനമാക്കിയിരിക്കുകയാണ് പോലീസും അതുപോലെ ഡാൻസ് ഓഫ് സംഘവും. ഇന്നലെ പുലർച്ചെ 2 മണിയോടെ നടന്ന ഒരു പരിശോധനയിലാണ് 121 ഗ്രാം MDMA 5 പേർ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഫറോക്ക് സ്വദേശിയായ ആഷിഖ്, കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ആദിൽ, മധുര ബസാർ സ്വദേശി ജാസിർ, ചെറുവണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ജാസിൻ, പന്തീരങ്കാവ് സ്വദേശിയായ മൻസൂർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഈ മധുര ബസാറിലെ ഒരു ചെരുപ്പ് ഗോഡൌണിന്റെ മറവിലായിരുന്നു ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു സംഘത്തിന്റെ രീതി. ഈ വിദ്യാർത്ഥികളും പെൺകുട്ടികളും അടക്കം നിരവധി പേരാണ് ഈ സംഘത്തിൽ നിന്ന് MDMA വാങ്ങുന്നതാണ് ഇന്നലെ ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സ്കൂൾ അവധിക്കാലം ലക്ഷ്യമിട്ടാണ് ഈ വൻതോതിൽ ലഹരി മരുന്ന് ഈ നഗരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സ്കൂൾ അവധി ആയതിനാൽ കൂടുതലും സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ ലഹരി സംഘത്തിന്റെ അടുത്ത് ഈ ലഹരിക്കായി എത്തിച്ചേർന്നതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഇന്നലെ കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒരു MDMA വേട്ട നടത്തിയിരുന്നത്. അതായത് വിപണിയിൽ 3 കോടി വില മതിക്കുന്ന 3 കിലോ MDMA ആയിരുന്നു പിടിയിലായത്. അതിനോട് സമാനമായാണ് ജില്ലയിൽ വിവിധ മേഖലയിലായി പോലീസും അതുപോലെ എക്സൈസും ഡാൻസ് ഓഫ് സംഘവും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇതിൽ ഇന്നലെ ഒരു രഹസ്യ വിവരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ നടത്തിയ ഒരു പരിശോധനയിലാണ് 123 ഗ്രാം MDMA 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന കർശനമാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. പ്രജിൻ, ശരി. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ വീട്ടിൽ നിന്ന് 5ാമത്തെ പാമ്പിനെ കണ്ടെത്തി. ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. ശംഖുവരൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീത്ത്, ഞെട്ടിപ്പിക്കുന്നതാണ്, അസാധാരണമാണ് ഈ സംഭവം. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇത്ര അധികം പാമ്പുകളെ കണ്ടെത്തുക, അതും വീട്ടിനകത്തു നിന്നും ഒക്കെ പാമ്പുകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു പുറത്തേക്കെന്നുള്ളതാണ്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ?
ശ്രീധർ. പ്രജിൻ, അതിലേറ്റവും വിഷമകരമായ കാര്യം അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന കാര്യം ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് മിനിങ്ങാന്ന് വരെ ആ വീട്ടിൽ ഈ ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. എന്തായാലും ഇന്നലെയാണ് ഒരു വൈകുന്നേരത്തോടുകൂടി 4ാമത്തെ പാമ്പിനെ കിടപ്പുമുറിയിൽ നിന്ന്, ഈ കുട്ടികൾ കിടന്നിരുന്ന അതേ പ്രദേശത്ത് നിന്ന് കട്ടിലിനടിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ അതിനുശേഷം സർപ്പ ടീം അംഗങ്ങൾ ആ പ്രദേശത്ത് വന്ന് പരിശോധന നടത്തി. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി. ആ പരിശോധന നടത്തുന്ന സമയത്ത് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വീണ്ടും നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് വീണ്ടും ടോർച്ചൊക്കെ അടിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ശുചിമുറിക്ക് ഉള്ളിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ബാത്റൂമിലെ ഏതെങ്കിലും ഹോളിലൂടെ കയറി വരുന്നതാണോ അതോ ഇനി ആ വീടിനുള്ളിലെ മറ്റെവിടെയെങ്കിലും അട ഇട്ട് വിരിഞ്ഞ പാമ്പുകളാണോ എന്നുകൂടി സംശയിക്കുന്നുണ്ട്. ഏതാണ്ട് 1.5-2 മാസത്തോളം പ്രായമുള്ള ശംഖുവരേന ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. 5ാമത്തെ പാമ്പിനെയും തല്ലിക്കൊന്നിട്ടുണ്ട്. ഈ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ അനോഷ് എന്ന 10 വയസ്സുകാരൻ, കുഞ്ഞിനോട് ഈ സഹോദരനൊപ്പം പാമ്പിൻ്റെ കടിയേറ്റ അനോഷ് എന്ന 10 വയസ്സുകാരൻ്റെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരം അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. വെന്റിലേറ്റർ മാറ്റിയിട്ടുണ്ട്. കുട്ടി അമ്മയും അച്ഛനും ഒപ്പമാണ് ഇപ്പോൾ ആശുപത്രിയിൽ വാർഡിലുള്ളത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ് ഈ കോടാലിയിലെ വീട്ടിൽ നടക്കുന്നത്. ശരി, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. കോടാലിയിലെ അതേ വീട്ടിൽ നിന്ന് 5ാമത്തെ പാമ്പിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാകാത്തതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 3 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഹർജി നൽകിയത്. എന്നാൽ ഇവർക്ക് പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ലിഡിയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജിൻ, അസിത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ നൽകിയില്ല എന്ന ഒരു ആരോപണവുമായി സർക്കാർ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസാണ് ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. അതായത് തങ്ങൾ അപേക്ഷ നൽകിയിട്ടും പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യസമയത്ത് ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യാനായില്ല എന്നടക്കം ഉള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടക്കം ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. അതിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വോട്ടിങ്ങിന് ശേഷം ഇത്തരത്തിൽ അത് നൽകാനാവില്ല, അത് പോസ്റ്റൽ ബാലറ്റുകൾ ഇനി നൽകാനാവില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. പ്രത്യേകിച്ച് സ്ട്രോങ് റൂമുകളടക്കം പൂട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ അത് ഇനി നൽകാനാവില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഇത് ഹൈക്കോടതിയെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതുകൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ഈ മുൻപ് പലതവണ അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ തങ്ങൾക്ക് പല സാങ്കേതിക കാരണങ്ങളാൽ ഇത്തരത്തിൽ കിട്ടിയില്ല, തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മെയ് 8-നടക്കം മെയ് 8-ന് മുൻപ് പോസ്റ്റൽ ബാലറ്റുകൾ എല്ലായിടത്തും എത്തിക്കും എന്നടക്കം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ പലയിടത്തും ഇത് എത്തിയിട്ടില്ല. 3 സർക്കാർ ജീവനക്കാരാണ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് അത് വീണ്ടും പരിഗണിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടടക്കം വിശദീകരണമടക്കം ഇന്നും ചോദിക്കുകയും ചെയ്യും ഹൈക്കോടതി. മാലിന്യ ശേഖരണത്തിന് ലഭിച്ച താലി തിരികെ ഏൽപ്പിച്ച മാതൃകയായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശി ജിഷയെ താലി ഏൽപ്പിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളായ പള്ളിക്കര ചെറുക്കപ്പാറയിലെ സുജയും സുനിതയും. പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കെട്ടുതാലിയുടെ വിലയറിയുന്നവരാണ് സ്ത്രീകൾ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയാലുള്ള സങ്കടം വിവരിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു കെട്ടുതാലി തിരിച്ചെടുത്തു കൊടുത്തൊരു കഥയുണ്ട് കാസർഗോഡ് ചെറുക്കപ്പാറയിൽ. എണ്ണപ്പാറയിലെ ജിഷ എന്ന യുവതിക്കാണ് അവരുടെ കെട്ടുതാലി നഷ്ടമായത്. ഇപ്പോൾ അത് തിരിച്ചു കൊടുത്ത 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ 24-നൊപ്പം ചേരുകയാണ്. ചേച്ചി, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കെട്ടുതാലി കിട്ടിയത്? അതിൻ്റെ കഥ ഒന്ന് പറയാമോ? നമുക്ക് ആ കെട്ടുതാലി കിട്ടിയത്, നമുക്ക് ഈ മാസം ചെരുപ്പാണ് ശേഖരിക്കുന്നത്. ആ ചെരുപ്പ് ഒരു ചാക്കിൽ അവർ ചെരുപ്പ് തന്നു, വേറെ ഒരു സെറ്റ് ചെരുപ്പ് പൊട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചെരുപ്പ് നമ്മൾ കഴിയുമ്പോൾ ചെരുപ്പ് മറിഞ്ഞു വീണതിൻ്റെ അടിയിൽ എന്തോ ഒളിന പോലെ നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ അത് അടുത്ത് നോക്കുമ്പോൾ സ്വർണ്ണം. ഇതിപ്പോൾ ഈ ഇന്നാളുടെ സ്വർണ്ണം നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു? സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ട് അവർ വാട്സപ്പിൽ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു, കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും കിട്ടിയവർ തിരിച്ചു തരണമെന്ന്. പക്ഷേ ഇവരത് നമുക്കെന്നറിയില്ല. ഇത് ആരുടെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്? അവർ എങ്ങനെയാണ് ഈ ചെറുക്കപ്പാറയിലെത്തിയത്? നഷ്ടപ്പെട്ട ജിഷ അറിഞ്ഞ ഒരാളതാണ്. അവർ എണ്ണപ്പാറ സ്വദേശി. അവർ ബന്ധു വീട്ടിൽ വന്നത് ഇവിടെ ചെറുക്കാപ്പാറ. അങ്ങനെ അന്ന് അവർ കടയിൽ വന്നിന്, അവിടെ ആ വളപ്പ് മൊത്തം നടന്നിരുന്നു. അങ്ങനെ ആടെ വീണുന്ന് അവർ പറയുന്നുണ്ട്. അതിന് തപ്പി നോക്കിയിരുന്നു, മൊത്തം എല്ലായിടത്തും വരുത്തി.
അന്നൊന്നും കിട്ടിയില്ല. അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കിട്ടിയത്. ഇതിപ്പം പിന്നെ എന്ത് തോന്നുന്നു ചേച്ചി? ഒരു കെട്ടുതാലി എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സന്തോഷം. ഇതിനപ്പുറം വേറൊന്നും പറയാനില്ല. സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഒരു സന്തോഷമായിട്ട് കരുതുന്നു. സുധാരണ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു സ്വർണ്ണത്താലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച അറിഞ്ഞു, 2 ആഴ്ച മുന്നേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അവരിത് കാണിച്ചപ്പോൾ അത് ഉറപ്പിച്ചു. അവർക്ക് അപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ ഇതിന് സംഭവമൊക്കെ ആയിരുന്നു. അങ്ങനെ ജിഷയ്ക്ക് കൈമാറി. കൈമാറി. ഒരു കെട്ടുതാലിയുടെ മഹത്വം അറിയുന്ന സ്ത്രീകൾ അത് തങ്ങൾക്ക് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും കയറി ചെന്ന് അവർ വേർതിരിച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്നവരാണ്. ഈ മാസം ചെരുപ്പായിരുന്നു ശേഖരിച്ചിരുന്നത്. അങ്ങനെ ആ ചെരുപ്പുകൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കെട്ടുതാലി കളഞ്ഞു കിട്ടിയത്. അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചപ്പോഴുള്ള ഒരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ വിജേഷിനൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ഇനി എറണാകുളത്തേക്കാണ്. അവിടെ പിറവത്തിന് സമീപം പാമ്പാക്കുടയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക ക്വാർട്ടേഴ്സിന്റെ വളപ്പിലെ മരങ്ങളെക്കുറിച്ചോർത്താണ്. ആഞ്ഞൊരു കാറ്റടിച്ചാൽ ദ്രവിച്ചു നിൽക്കുന്ന 2 മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. അപകട സാഹചര്യം ചൂണ്ടിക്കാണിച്ച് അധികൃതർക്ക് കത്ത് നൽകിയെങ്കിലും അവഗണനയാണ് ഫലം. അടിവേര് ദ്രവിച്ച് ഉണങ്ങി വരണ്ട് ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന നിലയിലാണ് പാമ്പാക്കുടയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ക്വാർട്ടേഴ്സിന് സമീപമുള്ള മരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിൽ ജില്ലയിൽ ഉടനീളമുണ്ടായ അപകടങ്ങൾ ആശങ്കയ്ക്ക് ആക്കവും കൂട്ടി. രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയില്ല. മരം മുറിക്കേണ്ടത് ആരോഗ്യവകുപ്പല്ല, വനം വകുപ്പാണ് എന്നാണ് അധികൃതർ പറയുന്നത്. വകുപ്പുകൾ തമ്മിൽ സമരസപ്പെടാത്തത് പ്രതിസന്ധിയുടെ ആക്കവും കൂട്ടുകയാണ്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നടപടി വൈകിപ്പിക്കുന്നത് ജീവനക്കാരുടെ ജീവനും ഭീഷണിയേറ്റുകയാണ്. 24 കൊച്ചി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ 24ന് പിന്നാലെ വിവിധ സംഘടനകളും ശാന്തിഗിരി ആശ്രമം 3 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. കോഴിക്കോട് നടന്ന യുവജന ലഹരി വിരുദ്ധ റാലിയും സമ്മേളനത്തിലും നിരവധി യുവാക്കൾ പങ്കെടുത്തു. ഇത് ലഹരിക്കെതിരായ പോരാട്ട റാലി. ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് ലഹരിമുക്ത കേരളം യുവത്വത്തിലൂടെ എന്ന പരിപാടി ഒരുക്കുന്നത്. 3 വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടം. കോഴിക്കോട് നഗരത്തിലൂടെ നടന്ന റാലിയിൽ വിദ്യാർത്ഥികളും യുവാക്കളുമായി നിരവധി പേർ പങ്കെടുത്തു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ റാലിയുടെ ലക്ഷ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലഹരിയെക്കുറിച്ച് തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, തുടക്കം ലഹരിയിൽ, ഒടുക്കം മരണത്തിൽ എന്നുള്ളതാണ്. നാടിന് നാശമായ ലഹരിയെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വി പറഞ്ഞു. ഇതൊരു വെറുമൊരു യാത്ര മാത്രമല്ല. ഈ യാത്രയിലൂടെ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും ആ യുവാക്കളുടെ മനസ്സിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു വാസന ഇല്ലാതാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഒരു ഭൗതികമായ ആത്മീയവും ഭൗതികവും തമ്മിൽ ചേർത്തുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. കേരള മദ്യനിരോധന സമിതി മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് OJ ചിന്നമ്മ അധ്യക്ഷയായ ചടങ്ങിൽ സ്വാമി ആത്മധർമ്മൻ ജ്ഞാന തപസ്വി, 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കോർഡിനേറ്റർ TM രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. വേനൽച്ചൂടിൽ വീട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തയ്ക്ക് പെരുമ്പാവൂരിൽ ജീവൻ നൽകിയിരിക്കുകയാണ് ഉമർ എന്ന ആൾ. വീടിനടുത്തുള്ള കനാലിൽ പോകണമെന്ന കുട്ടികളുടെ വാശിക്ക് വീടിന്റെ കാർപോർച്ചിൽ തന്നെ ഒരു താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഒരുക്കി. ചൂടത്ത് ഒന്ന് കൂളാകാൻ ഒരു പൂൾ, കളിക്കാൻ ഒരു കുളം വേണമെന്ന് കുട്ടികൾ ആഗ്രഹം പറഞ്ഞു. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നാണ് നടൻ സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ പിന്നെ സാധിച്ചേക്കാമെന്ന് വെട്ടിക്കാട്ടുകുന്നിൽ ഉമ്മറും തീരുമാനിച്ചു. കാറെടുത്ത് പുറത്തിട്ടിട്ട് കാർപോർച്ചങ്ങ് കുളവാക്കി. ഒരു 1.5 കുഞ്ഞു പടുതാക്കുളം, 14 അടി നീളവും 12 അടി വീതിയും, ചുറ്റോട് ചുറ്റും പൈപ്പിട്ട് വെള്ളവും. മുറ്റത്തെ കുളത്തിന് ഇത് മാത്രമല്ല കാരണം. മോളെൻ്റെ അടുത്ത് പറഞ്ഞ് വായിക്കാക്കന്മാർ കനാലിൽ പോയി കുളിക്കുന്ന പാമ്പൊക്കെ വാ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു കനാലിൽ ഞാൻ കൊണ്ടുപോകില്ല,
കനാലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് കോഴിയുടെ വേസ്റ്റും മലിനജലമായിരിക്കും. അപ്പോൾ ഞാൻ മോക്ക് വീട്ടിൽ ടാങ്ക് ഉണ്ടാക്കി തരാം, അണ്ട് കാറ് പുറത്തു നിന്ന് മാറ്റിയിട്ട് പടത വാങ്ങി കെട്ടി പുറത്ത്. അപ്പോൾ അങ്ങനെ പിള്ളേർ കൂട്ടുകൂടി വന്ന് 10-15 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. 4 നേരം കുളത്തിലെ വെള്ളം മാറ്റും. കുളത്തിന്റെ കഥ അറിഞ്ഞതോടെ സമീപത്തെ കനാലിൽ പോരുന്ന കുട്ടികളും കുളത്തിലെ കളിക്ക് കൂട്ടായി തുടങ്ങി. 24 കൊച്ചി. ആരോഗ്യ മേഖലയിൽ ആശ്വാസ പ്രഖ്യാപനവുമായി UAE. സർക്കാർ ആശുപത്രികളിലും ഇനി ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാകും. വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് കരാറിലെത്തി. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസിന്റേതാണ് സുപ്രധാന പ്രഖ്യാപനം. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭിച്ചിരുന്ന ഇൻഷുറൻസ് ചികിത്സ ഇനി സർക്കാർ ആശുപത്രികളിലും ലഭ്യമാകും. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ സ്വീകരിക്കുമെന്ന് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് വ്യക്തമാക്കി. 20ലധികം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് കരാറിലെത്തിയിട്ടുണ്ട്. പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ആശുപത്രികളും ക്ലിനിക്കുകളും കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് തീരുമാനം. UAEയിൽ ഉടനീളം 17 ആശുപത്രികളും 61 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുമാണുള്ളത്. എല്ലായിടങ്ങളിലും ഇൻഷുറൻസ് സേവനങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളും ക്ലിനിക്കുകളും കൂടുതൽ ജനകീയമാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ പരിമിതമായ രോഗികൾക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. 24 ദുബായ്. സൗദിയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. ആകെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 8 ലക്ഷം കവിഞ്ഞപ്പോൾ അതിൽ പകുതിയിലധികം പേരും സ്വദേശികളാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്വദേശി സാന്നിധ്യം ഗണ്യമായി കൂടിയിട്ടുണ്ട്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഹെൽത്ത് വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് ആണ് ഏറ്റവും പുതിയ കണക്ക് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പ്രകാരം ആകെ 8 ലക്ഷം വരുന്ന ആരോഗ്യ പ്രവർത്തകരിൽ 4.5 ലക്ഷത്തിലധികം പേരും ഇന്ന് സൗദി പൗരന്മാരാണ്. 2018 31% സ്വദേശി ഡോക്ടർമാരുടെ അനുപാതം 2026 40% ഉയർന്നു. പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണത്തിൽ 2015 ശേഷം 295% വളർച്ച രേഖപ്പെടുത്തി. ദന്തചികിത്സാ രംഗത്താണ് ഏറ്റവും വലിയ മുന്നേറ്റമുള്ളത്. ഈ മേഖലയിലെ സ്വദേശികളുടെ എണ്ണം 32,000 കടന്നു. അതായത് 357% വളർച്ച. 1 ലക്ഷം പേർക്ക് 107.6 ദന്ത ഡോക്ടർമാർ എന്ന നിലയിലേക്ക് ഉയർന്നു. ഇത് G20 രാജ്യങ്ങളിലെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഫാർമസി മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നേരത്തെ 32% സ്വദേശി ഫാർമസിസ്റ്റുകൾ ഇപ്പോൾ 52% വർദ്ധിച്ചു. നഴ്സിംഗ് മേഖലയിൽ ആകെയുള്ള 2.9 ലക്ഷം പേരിൽ 1 ലക്ഷത്തിലേറെ പേരും സ്വദേശികളാണ്. മെഡിക്കൽ സയൻസ് പോലുള്ള ശാസ്ത്രീയ മേഖലകളിൽ 87% ജീവനക്കാരും സൗദി പൗരന്മാരാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. പരിശീലന രംഗത്തെ പരിഷ്കരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. 11,000-ഓളം പുതിയ ട്രെയിനിംഗ് സീറ്റുകൾ അനുവദിച്ചതും 40,000-ഓളം പേർക്ക് പ്രത്യേക പരിശീലനം നൽകിയതും ഈ മാറ്റത്തിന് വേഗത കൂട്ടി. സ്വകാര്യ മേഖലയിൽ നിലവിൽ 55% ജീവനക്കാരും സ്വദേശികളാണെന്നും റിപ്പോർട്ട് പറയുന്നു. 24 ജിദ്ദ. ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ തുടർന്ന് UAE മെട്രോയുടെ ഗോൾഡ് ലൈൻ പദ്ധതി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. 34 ബില്യൺ ദിർഹം ചെലവിട്ടുള്ളതാണ് പുതിയ പദ്ധതി. ഡ്രൈവറില്ല ടാക്സി നിരത്തിലിറങ്ങിക്കഴിഞ്ഞു. ഫ്ലൈയിങ് ടാക്സി ആകട്ടെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ദുബായ് ലൂപ്പിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എത്തിഹാദ് റെയിൽ താമസിയാതെ ഓടിത്തുടങ്ങും. അതിനിടയിൽ ഇതാ അത്ഭുതച്ചെപ്പ് തുറന്ന് ദുബായിയുടെ അടുത്ത പ്രഖ്യാപനം വന്നിരിക്കുന്നു. മെട്രോ ഗോൾഡ് ലൈൻ. $42 കിലോമീറ്റർ നീളുന്നതാണ് മെട്രോ ഗോൾഡ് ലൈൻ. പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെയുള്ള സഞ്ചാരം. അൽഗുബൈബ മുതൽ ജുമൈറ ഗോൾഡ് എസ്റ്റേറ്റ് വരെയുള്ള 15 തന്ത്രപ്രധാന മേഖലകളെ ബന്ധിപ്പിച്ചാകും സർവീസ് നടത്തുക. 34 ബില്യൺ ദിർഹം ചെലവഴിച്ചാകും പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനിടയിൽ മെട്രോ ബ്ലൂ ലൈനും പൂർത്തിയാക്കും. ഗോൾഡ് ലൈൻ 2033 സെപ്റ്റംബർ 1 തുറക്കാനാണ് തീരുമാനം. ലോകത്തെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള ദുബായിയുടെ കുതിപ്പിൽ
നിർണായക ചുവടുവെപ്പാണ് ഗോൾഡ് ലൈൻ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പറഞ്ഞു. 15 ലക്ഷം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. 24 ദുബായ്. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ IRS ഉദ്യോഗസ്ഥന്റെ മകളുടെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി അയച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അച്യുതൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിശദാംശങ്ങളായിരുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആസൂത്രിതമാണ് എന്നതും എത്രമാത്രം ക്രൂരമാണ് എന്നതും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തൊക്കെയാണ്? പ്രജിൻ അസിത, ഈ ബുധനാഴ്ച രാവിലെയായിരുന്നു ഈ ക്രൂരകൃത്യം ഡൽഹിയിൽ നടക്കുന്നത്. പ്രതിയായിട്ടുള്ള രാഹുൽ മീണ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരുന്ന ഈ IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പോലീസ് ഇതിൽ ബലാത്സംഗം നടന്നതായുള്ള ചില സംശയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ കൊലപാതകത്തിന്റെ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം എന്നുള്ളതാണ്. കാരണം കഴുത്തിലെ ആ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള അസ്ഥികൾക്ക് പൊട്ടലുണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കൈകളിലും കാലുകളിലും മുറിവുകളും ചതവുകളുമുണ്ട്. മൂക്കിന്റെ അസ്ഥിയിൽ ഒടിവുള്ളതായും കണ്ടെത്തി. മുഖത്ത് ഒന്നിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ഇതിലിപ്പോൾ പോലീസ് സംശയിക്കുന്ന പോലെ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി നേരത്തെ തന്നെ ശേഖരിച്ച സാമ്പിളുകൾ അത് വിശദ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. എന്തായാലും കേസിൽ രാഹുൽ മീണയെ ചോദ്യം ചെയ്ത് വരികയാണ്. കാരണം ഇദ്ദേഹം ഈ കൃത്യം നടത്തുന്നതിന് മുൻപ് സ്വന്തം ദേശത്ത് രാജസ്ഥാനിൽ മറ്റൊരു ബലാത്സംഗം നടത്തുകയുണ്ടായി. അപ്പോൾ പ്രതിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെ ഇതിനു മുൻപും കുറ്റകൃത്യം നടത്തിയതായാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പ്രജിൻ അസ്ദ. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർത്തിയാവുകയാണ്.